ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2025 ഈ പുതുവർഷത്തിൽ പുണർദം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. സത്യധർമാദികളെ കൈവിടാതെ നന്മയോട് ചേർന്ന് ജീവിക്കുന്നവരും മനസ്സിലാണെങ്കിലോ ആത്മവിശ്വാസം സൂക്ഷിക്കുന്നവരും സത്യസന്ധതയും വിനയവും ഉള്ളവരാണ് ഈ പുണർദം നക്ഷത്രക്കാർ. തൻ്റെ മനസ്സിന് ഏറ്റവും അടുപ്പമുള്ളവരോട് ഏതു കാര്യമായാലും ഏതു വിഷയമായാലും തുറന്ന് സംസാരിക്കുന്നവരും തൻ്റെ കൂടെ നിൽക്കുന്നവർക്കുണ്ടാകുന്നതായിട്ടുള്ള ഏതു വിഷമഘട്ടങ്ങളിലും ബുദ്ധിപരമായിട്ട് അവർക്ക് തീരുമാനങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുള്ളതായ കഴിവുമുള്ളവരും കൂടിയാണ്. പ്രത്യേകിച്ച് അവരെ അകമഴിഞ്ഞ് സഹായിക്കുവാനും എപ്പോഴും തയ്യാറുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. ഏതൊരു കാര്യമായാലും വളരെയധികം സത്യസന്ധമായിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരും കൂടിയാണ്. എന്നാലോ ചില സമയങ്ങളിൽ മനോവിഷമതകൾ ഇവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ മുഖത്ത് സന്തോഷഭാവം കാണിക്കുന്നവരാണ്. എന്നാൽ കൂടുതലായിട്ടുള്ള ക്ലേശതകളും വിഷമതകളും സഹിക്കുവാനുള്ളതായ കഴിവ് വളരെ കുറവാണ് ഈ പുണർദം നക്ഷത്രക്കാർക്ക്. ചെറിയ ചെറിയ വിഷമതകൾ പോലും ഇവരുടെ മനസ്സിനെ പലപ്പോഴും ക്ഷീണിപ്പിക്കുന്നതായിട്ടും കാണാറുണ്ട്. എന്നാലോ ഇവരെ ഉപദേശിക്കുന്നതോ ഇവരോട് ഉറക്കെ പറയുന്നതോ ഇവർക്ക് ഇഷ്ടമാകാറില്ല. പെട്ടെന്ന് ദേഷ്യം വരുന്നവരും ക്ഷിപ്രകോപികളായിട്ടും ഇവർ മാറുന്നതായിട്ടും കാണാറുണ്ട്. സ്വതന്ത്രശീലം ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാരുടെ ബാല്യകാലം കുറച്ചൊക്കെ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുമെങ്കിലും പിന്നീട് സ്വന്തമായിട്ടുള്ള പരിശ്രമത്തിലൂടെ അധ്വാനത്തിലൂടെ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എല്ലാം വന്നു ചേരുന്നവരാണ്. എന്നാൽ ചില സമയങ്ങളിൽ വിഷമഘട്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഇവർക്ക് കടന്നു പോകേണ്ടി വരുമെങ്കിലും എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഇവർക്ക് ആ സമയങ്ങളിൽ വന്നാൽ പോലും ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് അതിനെയൊക്കെ തരണം ചെയ്ത് ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാനുള്ളതായ മനോബലമുള്ളവരും കൂടിയാണ്. എന്നാലോ മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാരിലാണെങ്കിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സർവേശ്വരകാരകനായ ദേവഗുരുവായിട്ടുള്ള വ്യാഴം 12ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതും ഈ സമയത്ത് സുഖസ്ഥാനമായിട്ടുള്ള 4ാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ടും 10ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്താണെങ്കിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈനംദിന ജീവിതത്തിലും പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. സുഖസ്ഥാനത്ത് കേതു നിൽക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നത് കൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം മനോബലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. വിശേഷിച്ച് ഈ സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ടും ധനപരമായിട്ടും വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാലോ മെയ് മാസം 14-ാം തീയതി മുതൽ ദുരിതസ്ഥാനത്ത് നിന്നിരുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 14-ാം തീയതി മുതൽ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുകയും
പിന്നീട് ഒക്ടോബർ മാസം 19 മുതൽ 2ാം ഭാവമായിട്ടുള്ള കർക്കിടകം രാശിയിലൂടെ തൻ്റെ ഉച്ചരാശിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും ഡിസംബർ മാസത്തിലാണെങ്കിൽ ഈ വ്യാഴം വക്രത്തിൽ വീണ്ടും ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള വിഷമതകൾക്ക് എല്ലാം മാറ്റം വന്ന് ഭാഗ്യാനുഭവങ്ങളും മാനസികമായിട്ടുള്ള സന്തോഷവും ഉണർവും എല്ലാം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് മെയ് മാസം 14 ശേഷമുള്ള സമയങ്ങളിൽ. ഈ സമയത്ത് കുടുംബത്തിലായാലും കുടുംബജീവിതത്തിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ടാണെങ്കിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഈ സമയത്ത് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയധികം മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിയും മനോബലവും എല്ലാം ഉണ്ടാകുന്നതായിട്ടൊരു സമയമാണ് മെയ് മാസം 14 ശേഷമുള്ള സമയങ്ങളിൽ. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. കർമ്മസംബന്ധമായിട്ടാണെങ്കിൽ വളരെയധികം ഉയർച്ചയും അഭിവൃദ്ധിയും എല്ലാം കാണുന്നതായിട്ടൊരു സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ഭാവിയിൽ ഗുണം ചെയ്യുവാൻ പോരുന്നതായിട്ടുള്ള പുതിയ പുതിയ ബന്ധങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കർമ്മസംബന്ധമായിട്ടാണെങ്കിൽ നല്ല രീതിയിലുള്ളതായ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം, മാർച്ച് മാസം 29 ശേഷം ഈ ശനീശ്വരൻ 10ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്തിലൂടെ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാർച്ച് 29 ശേഷമുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് തൊഴിൽപരമായിട്ട് എല്ലാം പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാരിൽ ശനീശ്വര പ്രീതിക്കായിക്കൊണ്ട് ശനീശ്വരന് നീലപ്പട്ട് ഉടയാട സമർപ്പിക്കുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെയധികം നല്ലതാണ്. വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് തുളസിമാല ചാർത്തുന്നതും ഇളനീർ ധാര ചെയ്യുന്നതും വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഒരു സമയത്ത് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ക്ഷമാശീലവും ഈശ്വരബന്ധവും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസം 29 വരെ. എന്നാൽ ഈ ശനീശ്വരനാണെങ്കിൽ മാർച്ച് 29 ശേഷം അഷ്ടമഭാവത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് 29 ശേഷമുള്ള സമയങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും എല്ലാം വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ ഒരു മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും കിട്ടുന്നതായിട്ടൊരു സമയമാണ് മാർച്ച് 29 ശേഷമുള്ള സമയത്ത്. കൂടാതെ ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഗ്രഹസംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട്.
ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും കുടുംബത്തിനുമെല്ലാം അഭിവൃദ്ധിയും ശ്രേയസ്സും കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴം 11ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ഉയർച്ചയും അഭിവൃദ്ധിയും എല്ലാം കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ഈ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴം മെയ് മാസം 14-ാം തീയതി ലാഭസ്ഥാനത്ത് നിന്ന് 12ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. കൂടാതെ മെയ് മാസം 18-ാം തീയതി അഷ്ടമത്തിലേക്ക് രാഹുവിൻ്റെതായ സാന്നിധ്യം വരുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കുറേയൊക്കെ ശ്രദ്ധ വയ്ക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർന്ന നക്ഷത്രക്കാരിൽ ഈ വർഷത്തിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് വർഷാരംഭത്തിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എള്ളെണ്ണ കൊണ്ട് ശനീശ്വരന് അഭിഷേകം ചെയ്യുന്നതും ശനീശ്വര പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ നല്ലതാണ്. മെയ് മാസം മുതലാണെങ്കിൽ വ്യാഴത്തിന് അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണും.